നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മഹിയേട്ടാ, ഫ്രീക്ക് എന്തോ പറ്റി. എന്താന്നറിയില്ല, അത് വല്ലാതെ കരയുന്നു. അതിനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാ ഇവിടെ എല്ലാരും പറയുന്നത്. ഞാനെന്നാ ഫ്രീക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. തനിയെ പോണ്ട, ഞാനും വരാം. ഞാൻ എന്താ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. റെഡി ചെയ്യുന്നോ? ഞാനിപ്പോ വരാം. ശരി മഹിയേട്ടാ, ഞാൻ റെഡിയായി നിൽക്കാം. ഓക്കെ. മഹിയേട്ടൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ റെഡിയാവാൻ പോവാ. ഇതിനൊക്കെ എന്തിനാ മഹിയേട്ടൻ വരുന്നത്? നമ്മുടെ പ്ലാൻ എല്ലാം പൊളിച്ചല്ലോ. അവന്റെ ഭാര്യ തനിയെ പോകുന്നതിന്റെ സങ്കടം കൊണ്ട് വരുന്നതായിരിക്കും. വല്ലാത്തൊരു കരുതല് തന്നെ. ഇതെല്ലാം ഗംഗയുടെ മിടുക്ക. അവളെന്റെ മോനെ അവളുടെ സാരത്തുമ്പിൽ കെട്ടിയ കുഞ്ഞിരാമനാക്കിയെടുത്തു. ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാക്കണം നാത്തൂനെ. അതിനുള്ള പ്ലാനിങ് അല്ലേ ഇപ്പോഴും പൊളിഞ്ഞത്. രാഹുലിനെ വിളിച്ച് കാര്യം പറയാം. വെറുതെ വെയിലും മഴയും കൊണ്ട് രാഹുൽ വഴിയിൽ കാത്തു നിൽക്കണ്ടല്ലോ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. അതെ നാത്തൂനെ, എല്ലായ്പ്പോഴും നമ്മുടെ പ്ലാനിങ് പൊളിയാണല്ലോ. ഒന്നുകിൽ ഗൗരി പൊളിക്കും, അല്ലെങ്കിൽ മഹി പൊളിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പൊളിക്കും. അതും അല്ലെങ്കിൽ അത് താനെ പൊളിയും. ഇതിനൊരു അവസാനമില്ലേ? ഹലോ ശ്രേയ, അവരിറങ്ങിയോ? ഇല്ല, പക്ഷേ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു. രാഹുൽ തിരിച്ചു വന്നോളൂ. അതെന്താ, ഗംഗയെ പുറത്തിറക്കാൻ നിനക്ക് സാധിച്ചില്ലേ? അതൊക്കെ എനിക്ക് സാധിച്ചു. അവളിതേ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്യും. പിന്നെന്താ പ്രശ്നം? അവളെ കൊണ്ടുപോവാൻ മഹിയേട്ടൻ ഇപ്പൊ വരും. അവരൊരുമിച്ചായിരിക്കും വരുന്നത്. ശ്രേയ, അവരെങ്ങോട്ടാ പോകുന്നത്? മൃഗാശുപത്രിയിലേക്ക്. ആ പട്ടിയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ അവര് വരുന്നത്. നമ്മുടെ പ്ലാനൊന്നും അങ്ങനെ പൊളിയില്ല. മഹിയെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് തിരിച്ചുവിടുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനു വേണ്ട ഐഡിയൊക്കെ എന്റെ കയ്യിലുണ്ട്. മഹി പോയാ പിന്നെ ഗംഗ ഒറ്റയ്ക്കല്ലേ, പിന്നെ അവളെ പൊക്കാൻ എളുപ്പമാ. എങ്കിൽ റെഡിയായി നിന്നോ, അവരിപ്പൊ ഇവിടുന്ന് ഇറങ്ങും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് നമുക്ക് രണ്ടുപേർക്കും. അതെ, ഓൾ ദി ബെസ്റ്റ്. ഇത് നമ്മൾ തകർക്കും. നീ നോക്കിക്കോ. അപ്പൊ ശരി. ഓക്കെ, ബൈ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.